വീണ്ടും കേരള തീരത്ത് ആശങ്ക പരത്തി ഒരു കപ്പലപകടം നടന്നിരിക്കുകയാണ്. വാൻഹായ് എന്നാൽ ചൈനീസ് ഭാഷയിൽ അതിരില്ലാത്ത സമുദ്രം എന്നാണ് അർത്ഥം. അതിരുകളില്ലാത്ത സമുദ്രത്തിൽ 20 വർഷമായി ചരക്ക് നീക്കം നടത്തുന്ന വാൻഹായ് 503 എന്ന തായ്വാൻ കമ്പനിയുടെ കപ്പൽ കൊളംബോയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. യാത്രക്കിടെ ബേപ്പൂരിൽ നിന്നും 88 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് ഈ തീപിടുത്തമുണ്ടാകുന്നത്. തീപിടിച്ചതിന് തൊട്ടു പിന്നാലെ അണ്ടർ ഡെക്കിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. 22 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. എല്ലാവരും വിദേശ പൗരന്മാരാണ്. തീപിടിച്ചതിന് ജീവനക്കാർ കടലിലേക്ക് എടുത്തു ചാടി. കടലിലേക്ക് ചാടിയ 18 പേരെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തായ്വാൻ, ഇന്തോനേഷ്യ, മ്യാൻമർ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇനി കണ്ടെത്താനുള്ളത്. 4 പേരെയാണ്. കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് തൊട്ടു പിന്നാലെ വലിയ തീ ഉയരുകയായിരുന്നു. 20 കണ്ടെയ്നറുകൾ കടലിൽ വീണു. ആദ്യം ഒരു കണ്ടെയ്നറിലാണ് തീ പടർന്നതെങ്കിൽ പിന്നീടത് കപ്പലാകെ പടരുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിയ കോസ്റ്റ് ഗാർഡിന് കപ്പലിന് അടുത്തേക്ക് എത്താനാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഡോർണിയർ വിമാനം എത്തിച്ചു. ലൈഫ് റാഫ്റ്റുകൾ ഘടിപ്പിച്ച എയർക്രാഫ്റ്റുകളാണിത്. ഈ ലൈഫ് റാഫ്റ്റുകളിൽ കയറി ആളുകളെ രക്ഷപ്പെടുത്താനാണ് ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയത്. അപകടം നടന്ന ഭാഗത്ത് ഏകദേശം അടുത്തായുണ്ടായിരുന്ന MV അംബ്ര, MV1 മാർവൽ എന്നീ കപ്പലുകൾക്കും അലേർട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥലത്തേക്ക് തിരിക്കാൻ നിർദ്ദേശവും നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ്, MRCC മുംബൈ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നാവികസേന, വാൻഹായ് ലൈൻസ് എന്നിവയുടെ സംയുക്ത രക്ഷാപ്രവർത്തനമാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീപിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ ഉൾപ്പെടെയാണ് കപ്പലിൽ ഉള്ളത്. കപ്പലിൽ കൊണ്ടുപോകുന്ന അപകടകരമായ വസ്തുക്കളെ 9 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ക്ലാസ് 4 തരത്തിലുള്ള വസ്തുക്കളാണ് വാൻഹായ് 503 കപ്പലിൽ ഉള്ളത്. അതിവേഗം തീപിടിക്കുന്ന ദ്രവപദാർത്ഥങ്ങളാണ് അധികവും. നേരിട്ട് ശ്വസിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളുമുണ്ട്. മാത്രമല്ല, കടൽ വെള്ളം കയറിയാൽ സ്ഫോടന സാധ്യതയുള്ള വസ്തുക്കളും ചരക്കുകളുടെ കൂട്ടത്തിലുണ്ട്. 4 വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആദ്യ വിഭാഗത്തിൽ വരുന്നത് റെസിൻ സൊല്യൂഷൻ, പെയിന്റ്, ടർപ്പൻറ്റൈൻ ഉൾപ്പെടെയുള്ളവയാണ്. ചെറിയ തീപ്പൊരി പോലും അപകട സാധ്യത കൂട്ടും. താപനില 32 ഡിഗ്രി കൂടിയാലും വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യതയാണ്. മറ്റൊന്ന് ഡൈമീഥൈൽ സൾഫേറ്റ് ആണ്. ഈഥൈൽ ക്ലോറോഫോർമേറ്റ് പോലുള്ള രാസപദാർത്ഥങ്ങളാണ്. ഇത് ശ്വസിക്കുന്നത് പോലും മരണത്തിന് കാരണമായേക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ടെട്രാക്ലോ ബെൻസീൽ, സിങ്ക് ഓക്സൈഡ് പോലുള്ളവയും കപ്പലിലുണ്ട്. ഇത് മത്സ്യബന്ധനത്തിനും ദോഷമാണ്. ഇതുകൂടാതെ ജലവും വായുവുമായും ചേർന്നാൽ അപകടമുണ്ടാക്കുന്ന വസ്തുക്കളും പൊള്ളൽ സാധ്യതയുള്ള വസ്തുക്കളും കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ട്. ഇതിലേതൊക്കെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ പട്ടിക ഷിപ്പിംഗ് കമ്പനിയുടെ കൈവശമുണ്ടാകും. പക്ഷേ കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലേതെന്ന പോലെ വിവരങ്ങൾ പുറത്തുവരാൻ വൈകും എന്ന് മാത്രം. 268.8 മീറ്റർ നീളവും 32.3 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് വാൻഹായ് 503. 2005 ഷാങ്ഹായിലെ കപ്പൽശാലയിൽ നിർമ്മിച്ച കപ്പലിലുള്ളത് സിംഗപ്പൂർ ദേശീയ പതാകയാണ്. ആകെ 42,532 ടൺ ഭാരം ഉൾക്കൊള്ളാനാകുന്ന കപ്പലിന് 20 നോട്ടിക്കൽ മൈൽ വരെയാണ് പരമാവധി വേഗം. ജൂൺ 7 കൊളംബോ തുറമുഖത്തു നിന്നും പുറപ്പെട്ട വാൻഹായ് 503 നാളെ പുലർച്ചെ 4:30 മുംബൈ തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത്. ആകെ സഞ്ചരിക്കേണ്ടത് 1107 നോട്ടിക്കൽ മൈൽ ദൂരം. ശരാശരി വേഗം 13.9 നോട്ടിക്കൽ മൈൽ. മാസത്തിൽ ഒരു തവണ കേരള തീരം വഴി സഞ്ചരിക്കേണ്ട കപ്പലാണിത്. ആ കപ്പലാണ് അപ്രതീക്ഷിതമായി കത്തിയിരിക്കുന്നത്.